ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഈ ഫോൺ മേടിക്കാൻ പോകുന്നതിൻ്റെ ഒരു തിരക്കിലാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ ഈ ചേട്ടൻ്റെ വീട്ടിൽ വന്നിരുന്നുണ്ട് ഫോൺ മേടിക്കാൻ പോകുന്നതെന്ന് വെച്ച് പറവൂര് ഫോൺ നോക്കാൻ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയാട്ടോ. വൈകുന്നേരം ഉണ്ട് ഞങ്ങൾ പോയി വെച്ചാൽ രാവിലെ നോക്കാൻ നിന്നപ്പോഴത്തേക്കും ഭയങ്കര മഴയൊക്കെ ആയത് കാരണം ഞങ്ങൾ വിചാരിച്ചു വൈകുന്നേരമൊക്കെ ആവട്ടെ, അപ്പോഴത്തേക്കും മഴയൊക്കെ കുറഞ്ഞ് പോകാമല്ലോ എന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണേട്ടോ, 2 വീലർ മേലാണ് പോകുന്നത്. അപ്പോഴത്തേക്കും 2 വീലറിൽ റയാനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുണ്ട് 2 വീലറിൽ ഇങ്ങനെ പോകാനൊക്കെ. അപ്പോൾ റയാൻ്റെ എഴുന്നേറ്റൊക്കെ വെക്കണേണ്ട നല്ല സന്തോഷത്തിലാണ് പുള്ളിയിൽ നിന്ന്, നല്ല ഉഷാറിലാണ്. അപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ ടർക്കിയ തൊപ്പി അങ്ങനെ വെക്കുന്നത് റയാൻ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണേട്ടോ. അപ്പോൾ പറവൂരാണ്ട് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാറിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതേ ഫ്രണ്ടിൽ പോകുന്നത് ചേട്ടന്മാരാണ് കേട്ടോ. അപ്പോൾ മഴയ്ക്ക് ഇങ്ങനെ ചാറിനതുണ്ടായത് തന്നെ കയറി ഒന്നുമില്ല, പക്ഷേ വേഗം പോകാമല്ലോ എന്നുള്ളൊരു ഇതായതായാലും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ നല്ല കളിച്ചും ചേച്ചൊക്കെ ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ പെട്രോൾ അടിക്കാൻ വേണ്ടി പമ്പിൽ നിർത്തി കേട്ടോ. അപ്പോൾ ആ വണ്ടി അപ്പോൾ നിർത്തിയപ്പോഴത്തേക്കും റയാനത് ഇഷ്ടമായില്ല കേട്ടോ. അത്ര നേരം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കാരണം റയാനത് പെട്ടെന്ന് ഇതായിട്ടോ. അപ്പോൾ ആ ചേച്ചി നോക്കണേട്ടോ റയാൻ ഇങ്ങനെ കരഞ്ഞപ്പോഴത്തേക്കും. ഞങ്ങൾ പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങണേട്ടോ. അപ്പോൾ ഏകദേശം പറവൂരൊക്കെ എത്താറായിട്ടോ. അപ്പോഴത്തേക്കാണ് കേട്ടോ മഴ പെയ്തത്. അപ്പോൾ ഞങ്ങൾ മഴ പെയ്തപ്പോഴത്തേക്കും ഒരു മുടിവെട്ട് കടയുടെ അവിടെ കയറി നിന്നിട്ടോ. പക്ഷേ അത് നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഞങ്ങൾ ചിന്തിച്ചു ഇനി പോകണോ അങ്ങോട്ട് കൊച്ചക്കുള്ള കാരണം, ഇനി പോകണോ വീട്ടിലോട്ട് തിരിച്ചു പോകണമെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നപ്പോഴത്തേക്കും ചേട്ടനും ഹസ്ബൻഡൊക്കെ പറഞ്ഞു എന്തായാലും ഉടമ്പരെ വന്നല്ലോ, നമുക്ക് എന്തായാലും പോയി നോക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ മഴയൊക്കെ ഏകദേശം കുറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വീണ്ടും പോയിട്ടോ. അപ്പോഴത്തേക്കും അതേ പോയിക്കൊണ്ടിരിക്കണേട്ടോ. പറവൂർ ഏകദേശം എത്തിയിട്ടോ. അപ്പോൾ മൈജിയിൽ കയറിയിട്ടോ. മൈജിയിൽ കയറിയപ്പോൾ ഒന്നും കാര്യങ്ങളൊന്നും സെറ്റായില്ല. അപ്പോൾ അത് കാരണം പിറ്റേ ദിവസം പോലെ എന്നൊക്കെ വിചാരിച്ചിട്ട്, അപ്പോൾ എന്തായാലും രാത്രി ആയത് കാരണം ഫുഡൊക്കെ കഴിച്ചിട്ട് എന്തായാലും വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ പറവൂർ ചേന്നമല സിഗ്നലിൻ്റെ അവിടെ ഉള്ള നജാസിൽ കയറിയിട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. എനിക്ക് അവിടുത്തെ ഫ്രൈഡ് റൈസ് എനിക്ക് നേരത്തോട്ട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ പറവൂരുള്ള കടയിൽ തന്നെ വന്നിട്ടോ. യൂണിസെൽ ഡിജിറ്റൽ സ്റ്റോർ എന്ന് പറഞ്ഞ കടയിലാണ്. അതായത് നമ്മുടെ ബോയ്സ് സ്കൂളിൻ്റെ ഓപ്പോസിറ്റുള്ള കടയുണ്ട്, ഫോൺ കട. അപ്പോൾ എൻ്റെ പഴയ ഫോൺ എടുത്തതും ഈ കടയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ വന്നേണ്ടാന്ന് വെച്ചാൽ എനിക്ക് ഫോണും ഏകദേശമൊക്കെ തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ പിറ്റേ ദിവസം മുന്നേ വന്നത്. അപ്പോൾ കാരണം ചേട്ടന്മാരെല്ലാം ശരിയായി. റയാനാണെങ്കിൽ ഒരു നടക്ക് പോകില്ല, ഭയങ്കര ഇതൊക്കെ ഏതായാലും ഞാൻ അവൻ എടുത്തുകൊണ്ട് നടക്കണം വെച്ചാൽ വേറെ ആരുടെ കയ്യിലും ഫോണില്ല, ഭയങ്കരമായിട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ അടുത്ത് സാംസങ് ഗാലക്സിയുടെ ഫോണാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ്. നല്ല ഹെഡ്സെറ്റാട്ടോ, ഞാൻ യൂസ് ചെയ്ത് നോക്കില്ല. അപ്പോൾ നല്ല ഹെഡ്സെറ്റൊക്കെ ഉണ്ട്. ഞാനത്തെ ഫോൺ സാംസങ്ങിൻ്റെ ഗാലക്സി A35ൻ്റെ 5Gയുടെ സെറ്റാണ് എടുത്തത്. ഏകദേശം 34 രൂപ. അപ്പോൾ നമുക്കിങ്ങനെ ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം നമുക്ക് കുറഞ്ഞ റേറ്റിൽ കിട്ടിയിട്ടാണ്. ഒരു 28 രൂപയൊക്കെ ഈ ഫോൺ നമുക്ക് കിട്ടിയിട്ടാണ് സാംസങ്ങിൽ. അപ്പോൾ ഈ ഫോണൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. എൻ്റെ ചേട്ടൻ മേടിച്ചതാണ്, ചേട്ടനാണ് ഫോട്ടോ ഒക്കെ എടുത്തത്. അപ്പോഴത്തേക്കും എനിക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ റയാൻ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയത് കാരണം ഞാനവിടെ കൊണ്ടുനടക്കണം. അപ്പോൾ ഞങ്ങൾ ഫോണൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവേണ്ട സ്റ്റെപ്പൊക്കെ ഇറങ്ങി. എന്നിട്ട് അപ്പോൾ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഹെഡ്സെറ്റ് അപ്പോൾ തുറന്ന് നോക്കണേട്ടോ ഫ്രണ്ട്സ്. ഹെഡ്സെറ്റ് തുറന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കണേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ഹെഡ്സെറ്റ് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ അത് ചീത്തായിപ്പോയാണ്. അപ്പോൾ രണ്ടാമത്തെ ഹെഡ്സെറ്റ് കിട്ടിയിട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം ചാർജറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇത് മാത്രമല്ല കേട്ടോ, അപ്പോൾ മറ്റേത് കിട്ടിയില്ല. അപ്പോൾ ഫോണിൻ്റെ ഒപ്പം ചാർജറൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ ഹെഡ്സെറ്റിൽ എടുക്കണം കേട്ടോ. ഞാൻ പെട്ടെന്ന് ഈ സാധനം അവിടെ ഒട്ടിച്ചേക്കണം ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പോൾ ഹെഡ്സെറ്റൊക്കെ ഏകദേശം എടുത്ത് അതിൻ്റെ ഇടയ്ക്കാണെങ്കിലോ റയാനൊക്കെ പിടിച്ച് വലിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് റയാൻ്റെ കയ്യിൽ നിന്ന് ഒരു കണക്കിനാണ് ഗൈസ് ഞാനൊന്ന് വീടിച്ചൊക്കെ എടുത്തത്. റയാൻ ഭയങ്കര വാശിക്കാരനാണ്. അപ്പോഴത്തേക്കും ഞാൻ ആ കവർ കൊടുത്തപ്പോഴത്തേക്കും കുറച്ച് നേരം കവറിലൊക്കെ പിടിച്ചിട്ടുണ്ടോ. അപ്പോൾ അതേ കണ്ടില്ല ഫ്രണ്ട്സ്, ഇതാണ് ഹെഡ്സെറ്റ്. കുഴപ്പമില്ല, എനിക്കിഷ്ടമായി. അപ്പോൾ ഈ ചാർജൊക്കെ കുത്തിയിട്ടിട്ട് അപ്പോൾ യൂസ് ചെയ്ത വീഡിയോ ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ ആ ചാർജറൊക്കെ എടുത്ത് വലിച്ചിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഞാനൊന്നും കഴിക്കാൻ ഇഷ്ടം. ബൈ ഫ്രണ്ട്സ്, ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ഓക്കെ ബൈ.